ഇന്നാണ് SSLCയുടെ റിസൾട്ട് പേപ്പറിൽ കാണുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി SSLC റിസൾട്ട് പ്രഖ്യാപിക്കും. 2 തരത്തിൽ നോക്കുന്നവരുണ്ട്, കളിയാക്കി നോക്കുന്നവരുണ്ട്, സന്തോഷത്തോടെ നോക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട്. ആ കൊലക്ക കിട്ടും. കാരണം ഇത്രയും കാലം തട്ടിമുട്ടി A+ കൊടുത്തിരുന്ന കുട്ടികൾക്ക് ഇക്കൊല്ലം അത് കിട്ടൂല, എന്ത് കാട്ടിനും കാര്യം അത് കിട്ടൂല എന്ന് കളിയാക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കളിയാക്കുന്ന കുടുംബത്തിലുള്ള ആളുകള് അപ്പോഴും പറയുന്നത് 2 പേരാ അല്ലെങ്കിൽ 1 പേരാ. അമ്മ പറയുന്നു എന്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടും, എന്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടും, എന്റെ കുട്ടി ഒരു ടെൻഷൻ അടിക്കണ്ട, കാരണം എന്റെ കുട്ടി ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ടാ പഠിക്കണേ, എന്റെ കുട്ടി ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നമല്ല, എന്റെ കുട്ടി ഞാൻ നല്ല രീതിയിൽ നോക്കിയാണ്, എന്റെ കുട്ടി ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടുണ്ട്, പഠിച്ചോണ്ട് അനുഗ്രഹം എന്റെ കുട്ടിക്കുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടും. വെബ്സൈറ്റിൽ റിസൾട്ട് വരും, റിസൾട്ട് നോക്കുന്നു, മൊബൈൽ എടുക്കുന്നു, തൊട്ടപ്പുറത്ത് നല്ല വിഷമത്തില് നല്ല പ്രയാസത്തില് കുറെ കോളുകളൊക്കെ വരുന്നുണ്ട്. എന്താ റിസൾട്ട് നോക്കുന്ന നോക്കിയിട്ട് വാട്സപ്പിൽ 300ഓളം കോളുകൾ മെസ്സേജുകളൊക്കെ ഉണ്ട്. അപ്പോ മൊബൈൽ ടൈപ്പ് ചെയ്യാണ് 2442 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. കയ്യിൽ മൊബൈലാണെങ്കിൽ ആ മൊബൈൽ ഇങ്ങനെ തെന്നി മാറുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. കാരണം എന്റെ 10 വർഷം എന്റെ അപ്പൻ്റെ അച്ഛനും അമ്മീനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ചതിന്റെ റിസൾട്ട് ഞാൻ കൊടുക്കുകയാണ്. അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അവർക്കുള്ള റിസൾട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യത്തെ വിഷയം വരുന്നു മലയാളം, അറബി, എല്ലാ വിഷയങ്ങളിലും കിട്ടുന്ന പോലെ A+. രണ്ടാമത്തെ വിഷയം വരുന്നു മലയാളം സെക്കൻഡ്, എന്നും പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഞാൻ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ട് A+. മൂന്നാമത്തെ വിഷയം വരുന്നു ബയോളജി ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് അതിൽ A+ കിട്ടുമായിരുന്നു, ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു A+. അപ്പോഴൊക്കെ അവിടെ നിന്ന് ഒരാളിങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറയാ, ഒരാളുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം നിറയാ, സ്വന്തം അമ്മയുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം നിറയാ. ഓരോ വിഷയത്തിന്റെ മാർക്ക് വരുമ്പോ അയലോക്കത്തെ ആൾക്കാർ ആ ഗേറ്റിന്റെ അവിടെ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, എന്താ ഇയാളെ കുട്ടിയുടെ റിസൾട്ട്. കളിയാക്കാന് അല്ലാതെ സന്തോഷം കൊണ്ടല്ല. ഇന്നേ വരെ നിങ്ങൾ ജയിക്കണം എന്ന് ആഗ്രഹിച്ച്, എവിടെയും സക്സസ് ആവണം എന്ന് ആഗ്രഹിച്ച ലോകത്ത് ഒരേ ഒരാള്, ഒന്ന് നിങ്ങൾ അധ്യാപകർ, ഒന്ന് നിങ്ങളെ പേരൻസ് മാത്രമാണ്. ആ പേരൻസിന്റെ മുമ്പിലാണ് നിങ്ങൾ. കെമിസ്ട്രി A+. അഞ്ചാമത്തെ വിഷയം നോക്കുന്നു ഫിസിക്സ് A+. ആറാമത്തെ വിഷയം നോക്കുന്നു സോഷ്യൽ സയൻസ് A+. അങ്ങനെ ഓരോ വിഷയങ്ങൾ നോക്കി അവസാനം എത്തുന്നത് മാത്സ്, കണക്ക്. എന്നത്തെ പോലെയല്ല, കണക്കിനെ പണ്ടേ മുതൽ എനിക്ക് പേടിയാ. പക്ഷെ ഞാൻ എന്തുണ്ടെന്ന് അറിയോ, ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ടേം മുതല്, ആദ്യ ടേം എക്സാം മുതൽ ഞാൻ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ വാങ്ങും എന്നുള്ളൊരു കോൺഫിഡന്റ് എനിക്കുണ്ട്. എന്റെ അധ്യാപകർ എനിക്ക് അത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. എന്റെ അമ്മ ലോകത്ത് എനിക്ക് വേണ്ടി ഇത്രത്തോളം കരഞ്ഞു പ്രാർത്ഥിച്ച ഒരാളുണ്ടായിട്ടില്ല. മാത്സ് നോക്കുമ്പോ A+. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, എല്ലാ വിഷയം ഓരോ വിഷയം നോക്കുമ്പോ ഒക്കെ എഴുതാം ഫുൾ A+. ആദ്യം നോക്കിയത് എന്റെ അമ്മയുടെ മുഖത്തേക്കാ, എന്റെ പേരൻസിന്റെ മുഖത്തേക്കാ. നോക്കുമ്പോണ്ടല്ലോ ഇന്നേ വരെ എന്റെ ഉമ്മ ഇത്രത്തോളം സന്തോഷത്തോടെ, ഞാൻ ജനിച്ചു വീഴുന്ന സമയത്ത് എന്റെ അമ്മ ഇത്രത്തോളം സന്തോഷത്തോടെ കരഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം സന്തോഷത്തോടെ കരയുന്ന രംഗം ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ അമ്മയെ നോക്കിയപ്പോ എന്റെ അമ്മ പൊട്ടിക്കരയാ, സന്തോഷം കൊണ്ട് കരഞ്ഞ് എന്നോട് പറയാണ്, എന്റെ മോള് വാങ്ങി, എന്റെ കുട്ടി ഫുൾ A+ വാങ്ങി. അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ പറയുന്നു, അമ്മ നിങ്ങൾക്കുള്ളതാ, നിങ്ങൾ കാരണം ഞാൻ അത് വാങ്ങിയത്, നിങ്ങൾ ഇന്ന് എത്രത്തോളം കഷ്ടപ്പെട്ട്, നിങ്ങൾ ഇന്ന് എത്രത്തോളം വളർത്തി വലുതാക്കിയത് കൊണ്ട് വാങ്ങിയതാ ഞാൻ. ഇതിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം, ഇതിന്റെ പാരന്റ്സിന്, എന്റെ അച്ഛന് വേണ്ടി, എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നേരെ വീട്ടിലുള്ള ആള്, കാക്കോ ഏട്ടനോ അച്ഛനോ ആരോ ആയിക്കോട്ടെ, വീട്ടിൽ നിന്ന് വേഗം പോകുന്നു, ബൈക്ക് എടുത്തിട്ട് വേഗം പോകുന്നു, കടയിൽ പോയിട്ട് ലഡു വാങ്ങിയിട്ട് തിരിച്ചു വരിക. കുറ്റപ്പെടുത്താൻ നിന്ന ആൾക്കാർക്ക് തലയിൽ മാന്തിട്ട് ഇങ്ങനെ എന്തായി ഫുൾ A+ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരിക. അപ്പൊ ഓരോ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ഇളി വാസാക്കിക്കൊണ്ട് ഓലിക്കൊരു മധുരം കൊടുക്കുക, എന്റെ കുട്ടിക്ക് ഫുൾ A+ വാങ്ങി. സ്കൂളിലുള്ള അധ്യാപകർക്ക് വരുന്നു, അവരോട് അറിയുന്നു, സാറേ മോളെ കൺഗ്രാജുലേഷൻ, മോനെ കൺഗ്രാജുലേഷൻ, നീ ഇത്രത്തോളം ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പോ, നിങ്ങളൊക്കെ തോൽക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങളെ പേരൻസിനെ നോക്കി, നിങ്ങൾ അമ്മയെ നോക്കി, നിങ്ങളെ ഉമ്മയെ നോക്കി പറയാണ്, നിങ്ങൾ പറയാണ്, സാറേ ഇത് ഞാനല്ല കേട്ടോ, എന്റെ A+ന്റെ കാരണം, എനിക്ക് ഇത്ര മാർക്ക് കിട്ടാൻ കാരണം ഞാനല്ല സാറേ,
ഈ നിൽക്കുന്ന രണ്ട് പാവങ്ങളാണ്, ഈ നിൽക്കുന്ന മനുഷ്യനാണ്, ഈ നിൽക്കുന്ന ആളാണ്. ഇവരാണ് എനിക്ക് A+ വാങ്ങിയത്. നിങ്ങൾ കൊടുന്ന ട്രീറ്റ്, നിങ്ങൾ കൊടുന്ന മൊമെന്റോ എന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം. അമ്മ കരഞ്ഞുകൊണ്ട് അത് ഏറ്റുവാങ്ങുക. ഈ ഒരു നിമിഷത്തിലേക്ക് എത്താനാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. എല്ലാ വർഷത്തെയും പോലെ ഫുൾ A+ എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, കുറച്ച് പ്രയാസമേറിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിളോട് കൂടി നല്ല കുട്ടികളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. നമുക്ക് കിട്ടും, കിട്ടണം, കിട്ടട്ടെ. ഓക്കെ ഓക്കെ.